വിദ്യാഭ്യാസ കലാകായിക മേഖലകളിലെ മികച്ച നേട്ടങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കായിക യുവജനക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനിൽ ഒരുങ്ങുന്ന സ്പോർട്സ് സിറ്റിയും സ്ഥാപനത്തിന്റെ ഒന്നാം ബിരുദദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വിദ്യാഭ്യാസ കലാകായിക മേഖലകളിലെ മികച്ച നേട്ടങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസത്തിലൂടെ വെറുമൊരു ജോലി നേടുന്നതിനപ്പുറം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന സംരംഭകരായി പുതിയ തലമുറ വളരണമെന്നും കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരുങ്ങുന്ന സ്പോർട്സ് സിറ്റിയുടെയും സ്ഥാപനത്തിന്റെ ഒന്നാം ബിരുദദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമായും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായി നിങ്ങൾ ഒരുക്കുന്ന സ്പോർട്സ് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി കേട്ടതോടുകൂടിയാണ്. സ്പോർട്സ് യൂത്ത് അഫയേഴ്സിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് അത്തരത്തിൽ സൗകര്യങ്ങളുള്ളതും സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാകുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി മാറുകയും അതെങ്ങനെയാണ് ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാനും വേണ്ടി കൊണ്ടുള്ള അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് കോൺവെക്കേഷനേക്കാൾ ഉപരി കോൺവെക്കേഷൻ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ അധ്യയന വർഷ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ഈ ക്യാമ്പസിൻ്റെ പടികടന്ന് വരുന്ന സമയത്തെ മാനസിക തലത്തിലായിരിക്കില്ല നിങ്ങളെല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞത്. വലിയൊരു പകപ്പും ഒരാശങ്കയോടും കൂടിയൊക്കെ ആയിരിക്കാം നമ്മൾ ഏത് സ്ഥാപനത്തിനും പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യ ദിനങ്ങളെ സംബന്ധിച്ചു. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ ഈ ക്യാമ്പസിൻ്റെ പടികടന്ന് വരുന്ന ദിവസങ്ങളുണ്ടായ ആശങ്ക ഇന്ന് നിങ്ങൾക്കില്ല. ഇന്ന് നിങ്ങളൊരു ബിരുദം പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗമായ കോൺവെക്കേഷൻ്റെ ഭാഗമായി പങ്കെടുത്ത് ബിരുദധാരിയായിട്ടാണ് ഏകദേശം 200 ഏക്കറിൽ 1500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെ ഒരുങ്ങുന്ന കുണിയ ഗ്രൂപ്പിന്റെ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ് പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കായിക വേദികളിലൊന്നായി ഇത് മാറുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. Landmark project set to redefine the future of sports in Kerala. Spread across 25 acres, with world-class infrastructure and cutting-edge design, a high-tech sports city is taking shape. A single campus that brings together international standard football grounds, professional athletic tracks, hockey, tennis, basketball and volleyball courts, cycling tracks and advanced field event facilities. ബിരുദദാനം ഒരു പുതിയ ജീവിതയാത്രയുടെ തുടക്കം മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന അറിവാണ് ഏറ്റവും വലിയ ഭൗതിക സമ്പത്തെന്നും ആ അറിവ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തു. 200 ഏക്കറിൽ 1500 കോടി രൂപയിലധികം വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി കൂടെ കൊടുക്കുന്നത്. ഞങ്ങൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കുട്ടി ജനിച്ചു വീണാൽ LKG പോകുന്ന സമയം മുതൽ ഏറ്റവും അവസാനം ഒരു അനന്തര ബിരുദം നേടി പുറത്തിറങ്ങുന്നത് വരെ ഉള്ള ഏത് കോഴ്സുകളെ സംബന്ധിച്ചും പഠിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുടെ ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതുമാത്രമല്ല, വിശാലമായ സൗകര്യങ്ങളോടുകൂടി ഒരുക്കുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അതിൻ്റെ ഡിസൈനും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഒരു വീഡിയോ പ്രസൻറ്റേഷനിലൂടെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ കാണിച്ചു തന്നു. എനിക്ക് തോന്നുന്നു അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് സ്പോർട്സ് ഫെസിലിറ്റിയിലുള്ളതിൽ വെച്ച് ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു സംവിധാനം അത് കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കും പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ചടങ്ങിൻ്റെ കൂടി ഭാഗമാകാൻ സാധിക്കുന്നതിനുള്ള സന്തോഷം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. പരിപാടിയിൽ കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഡോക്ടർ PS ലക്ഷ്മിഭായി സ്വാഗതം പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധി MMV ഷംസാദ് ബിരുദദാന ചടങ്ങ് ഓപ്പൺ ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AA സദകത്തുള്ള, മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ S കതിർവേലു എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർമാർ, പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ,
HOD-മാർ, ജനപ്രതിനിധികൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, രക്ഷിതാക്കൾ, ബിരുദ വിദ്യാർത്ഥികൾ, ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിയ.